ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് നോക്കാം. മാർച്ച് മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വരാൻ പോകുന്നത്, എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. എന്താണ് മാർച്ച് മാസത്തിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ? പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിലോർക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം എന്താണ് മാർച്ച് മാസത്തിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. പാർട്ടിസിപ്പേഷൻ, അബണ്ടൻസ്, ഹാർമണി, പേഷ്യൻസ്, പോസ്റ്റ്പോൺമെൻറ്റ്, ഗൈഡൻസ്, പാസ്റ്റ് ലൈഫ്സ്, suppression, clinging to the past, and the source. ബോട്ടം വന്നിരിക്കുന്നത് ഇന്നർ വോയിസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പേ ശരിക്കും പറഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീരാനുണ്ട്. ബിക്കോസ് ഇത് നിങ്ങൾ പാസ്റ്റിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളൊരു ആളായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സപ്രഷനും പോസ്റ്റ്പോൺമെൻറ്റ്, പേഷ്യൻസ് ഒക്കെയാണ്. അപ്പം ഓക്കെ, ഇവിടെ ശരിക്കും ഇപ്പോൾ ഇതൊരു ബ്രോക്കൺ ആണ്. റിലേഷൻഷിപ്പ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അത് നിങ്ങൾക്ക് വേദന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ഒരുപക്ഷെ നിങ്ങൾ പല പോയിൻറ്റ്സിലും നിങ്ങൾക്ക് ഈ വേദന സഹിക്കാൻ പറ്റാതെ നിങ്ങൾ മറ്റ് പല മാർഗ്ഗങ്ങൾ, ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റ് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാകാം. അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്ന് ഓർത്ത് മറ്റ് പല കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. മേ ബി നിങ്ങൾ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടാകും. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ ഈ സെൽഫായിട്ടും ബാക്ക് സ്റ്റാബിങ് കൊണ്ടും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഫേർട്ടും ഇവിടെ ഫലവത്തായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 100% ഇട്ടിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പരിഗണനയും കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അയാൾ വന്നു, നിങ്ങളെ ഒരു സ്നേഹം കാണിച്ചു, നിങ്ങളതിൽ ഒബ്ലൈസ്ഡ് ആയ സമയത്ത് അയാൾ അതിൽ നിന്ന് റിട്രീറ്റഡ് ആയിട്ടുണ്ടാവും, അയാൾ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പഴയ പരിഗണന കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതാണ് ഈ സപ്രഷൻ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൈറ്റ്സിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും പീക്ക് ടൈം ഓഫ് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഒരു ബ്ലിസ്, ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നിടത്തുനിന്നായിരിക്കും നിങ്ങൾ കൂപ്പൂത്തി താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ പെയിൻ അത്രയും അൺബെയറബിൾ ആണ്, സഹിക്കാൻ പറ്റാത്ത അത്രയും പെയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും. കാരണം നിങ്ങൾ അത്രത്തോളം ഹാപ്പിനെസ് കണ്ടെത്തിയ ആളുകളായിരിക്കും. ഇത് നിങ്ങളൊരു നിലയില്ലാത്ത സമയത്ത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈ നിങ്ങൾ കൈവിട്ട് നിൽക്കുക, അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുക, ലൈഫിലൊരു ഈ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നില്ല, ഒറ്റപ്പെട്ട് പോയി എന്നുള്ളൊരു ഫീലിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇയാൾ തന്നിട്ടുള്ളൊരു കംഫർട്ടുണ്ട്. ആ കംഫർട്ടിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്ന ഒരു സമയത്തായിരിക്കും ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ ഇങ്ങനെ ഉച്ചി കുത്തി വീണിട്ടുള്ളത്. കാരണം ഈ ടെന്നോസോൾ എന്ന് പറഞ്ഞ എനർജി, അല്ലെങ്കിൽ സപ്രഷൻ എന്ന് പറയുന്ന എനർജി ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്. അപ്പോൾ അത്രയും നമ്മളെ പെയിൻഫുൾ ആക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. ഇത് പിന്നീന്ന് കുത്തിയതാവാം, വിശ്വാസവഞ്ചന കാണിച്ചതാവാം, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ആക്ച്വലി കറണ്ട് എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കറണ്ട് ഫീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, പാസ്റ്റിലത്തെ ഓരോ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഓരോ ദിവസം വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നില്ല. ബിക്കോസ് ഇവിടെ പോസ്റ്റ്പോൺമെൻറ്റിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും
ഇതിൽ നിന്ന് വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അത് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഈ പോസ്റ്റ്പോൺമെൻറ്റ്. തീരുമാനം എടുക്കുക, പിന്നെ അത് മാറ്റി വെക്കുക. അതിങ്ങനെ തള്ളി വെക്കുന്നതിന് കാരണം നിങ്ങൾക്കത് ഇല്ലാതെ പറ്റില്ല, എന്നാൽ അത് കിട്ടുന്നുമില്ല. അപ്പോൾ ആ ഉണ്ടാകുന്നൊരു പെയിന് നിങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്, പറ്റിക്കപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത്, കിട്ടാത്തതിനെ ഓർത്ത് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസവഞ്ചന എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് ആ വ്യക്തി അത് ചെയ്തല്ലോ എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പെയിൻ ആക്കുന്നത്. എന്നാലും അയാളത് ചെയ്തല്ലോ. അങ്ങനെ അല്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ ഒട്ടും നിങ്ങൾക്ക് ആക്സസിബിൾ അല്ലാത്ത ഒരാളായിട്ട് അയാൾ മാറിപ്പോയതാണ് നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നതായിട്ട് കാണുന്നത് പോസ്റ്റ്പോൺമെൻറ്റ്. ഓക്കെ, നിങ്ങൾ ആ തീരുമാനം എടുക്കാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതായിട്ടും നിങ്ങൾ പാസ്റ്റിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോഴും ആ ഒരു പെയിനിലാണുള്ളത്. നിങ്ങൾ ആ പെയിനിലും ആ കടുത്ത വേദനയിലും ആ ഡിപ്രഷനിലും ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ നിമിഷം, അത് റിയലൈസ് ചെയ്ത നിമിഷത്തിൽ നിങ്ങൾ എത്ര പെയിൻ അനുഭവിച്ചോ അതേ പെയിനിലാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ആ പാസ്റ്റിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചായിട്ട് കാണുന്നില്ല. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം പേഷ്യൻസ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങളെ പാസ്റ്റിലേക്ക് വലിച്ചിടുകയും അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇപ്പോഴും അതിൽ നിൽക്കുന്നതായിട്ടും അയാൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് പേഷ്യൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ അയാളെ വല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അയാൾ വൺസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു അഡ്മിറേഷൻ, നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെല്ലാം നിങ്ങളെ തഴഞ്ഞിട്ടിരുന്ന സമയത്ത്, നിങ്ങളെ കുത്തി നോവിച്ചിരുന്ന സമയത്ത് ആയിരിക്കും ഇയാൾ വന്നിട്ടുള്ളത്. നിങ്ങളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച് നല്ല കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അയാളോട് ഭയങ്കര അഡ്മിറേഷനുണ്ട്. നിങ്ങൾ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ഫേവർ ചെയ്യുന്നത്. ചിലപ്പോൾ അയാളുടെ സാഹചര്യം കൊണ്ടായിരിക്കും, പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും വരാത്തത് എന്ന് അയാളെ ഫേവർ ചെയ്തിട്ടാണ് ഇപ്പോഴും നിങ്ങളുടെ ചിന്ത നിൽക്കുന്നത്. നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളിപ്പോഴും അയാളുടെ ഫേവർ ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. അയാൾ പോയത് ചില എനർജീസ് ആണ് കേട്ടോ. ചിലരുടേത് എന്നാലും അയാൾ ചെയ്തല്ലോ എന്നുള്ളൊരു എനർജി ആണെങ്കിൽ മറ്റു ചിലർക്ക് അയാളെ ഫേവർ ചെയ്തിട്ടുള്ള എനർജിയാണ്. കാരണം സോഴ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അയാൾ എന്ന് പറയുന്നത് നിങ്ങളൊരു സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ആ ഹാപ്പിനെസ്സിൽ ഇപ്പോഴും നിങ്ങൾ ക്ലിങ് ചെയ്ത് നിൽക്കുവാണ്. അന്ന് അവർ തന്ന സ്നേഹത്തിലും പരിഗണനയിലും തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വെറുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ എനർജിയും ഉണ്ട്. എന്നാലും അയാളത് ചെയ്തല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ എനർജി ഇവിടെയുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പാസ്റ്റ് ലൈഫിൻ്റെ കാർഡുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ അങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും തരുന്നത്. കാരണം നിങ്ങൾക്കത് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ ഗൈഡൻസ് ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾ ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവും. ഈ ഗൈഡൻസിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് റീഡിങ് തേടി പിടിച്ച് റിലേഷൻഷിപ്പ് റീഡിങ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺസ് നിങ്ങൾ ബ്രോക്കൺ ആയിരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു ടാറോ റീഡിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റ് 100% റെസനേറ്റ് ആയിട്ടുള്ള ഒരു ടാറോ റീഡിങ്. അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഫ്രീക്വൻ്റ്ലി ടാറോ റീഡിങ്സ് കാണുകയും അതിൽ അഡിക്റ്റ് ആവുകയും അതിലൂടെ ഒരു ഗൈഡൻസ് കിട്ടുകയും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു ഗൈഡൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ആ പെയിനിൽ നിന്ന് നിങ്ങൾക്ക് കുറേ റിലീവ്ഡ് ആകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രശ്നം നിങ്ങൾ പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നിൽക്കുവാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായും ആ വേദനയിൽ നിന്ന് മുക്തരാവാനായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോഴും അതിൻ്റെ ഓർമ്മകളിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ഡെയിലി ഇതിനെക്കുറിച്ച് ഗൈഡൻസ് എടുക്കുന്നതായിട്ടും നിങ്ങൾ ഗൈഡ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും നിങ്ങൾ എന്താണോ ലേൺ ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന കുറേ ആളുകളുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവും, അയാൾ വരും, എന്നാലും എന്തെങ്കിലും അയാൾ വരും എന്ന് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന പേഷ്യൻസിന് കാടാനുള്ളത്. അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും. ഇനി മുതൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പല പ്രാവശ്യം വേണ്ടാന്ന് വെച്ചിട്ടും നിങ്ങളായിട്ട് അങ്ങോട്ട് മെസ്സേജുകൾ അയക്കുകയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് അവഗണന കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കുക. വീണ്ടും നിങ്ങൾ ഇനി ഒരിക്കലും ഞാൻ മെസ്സേജ് അയക്കില്ല, കോൾ ചെയ്യില്ല എന്ന് വിചാരിക്കുക. പക്ഷെ പറ്റാത്തതുകൊണ്ട് വീണ്ടും ചെയ്യുക. അപ്പം വീണ്ടും നിങ്ങൾ ആ പെയിനിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കളഞ്ഞിട്ട് പോകാനും എന്നാൽ അതെടുത്ത് വടിയിൽ വെക്കാനും പറ്റാത്തൊരു വല്ലാത്ത പെയിൻഫുൾ ഫീലിങ്ങിലാണുള്ളത്. ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്
നിങ്ങളോട് പറയുന്നത് ഇന്നർ വോയിസ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിലാണ്. ഓക്കെ, നിങ്ങൾ പുറത്തുനിന്നുള്ള ഗൈഡൻസ് ഒരുപാട് എടുത്തിട്ടുണ്ടാവും. പെയ്ഡ് ആയിട്ടുള്ളതും ഡെയിലി ഗൈഡൻസ് വരുന്ന ഒക്കെ നിങ്ങളിരുന്ന് കാണുന്നുണ്ടായിരിക്കും. അതിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് മൂവ് ചെയ്യുക, കാത്തിരുന്നിട്ട് കാര്യമില്ല, അയാൾ വരത്തില്ല എന്നായിരിക്കും. പക്ഷേ നിങ്ങൾക്കാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നോളൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. എന്തായാലും ഒരു വൈകുന്നേരത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉറപ്പായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇന്നർ വോയിസാണ് നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇൻഡ്യൂഷൻ വർദ്ധിച്ച ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ കുറേ സ്പിരിച്വൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് വർദ്ധിച്ചായിട്ടും ഇൻഡ്യൂഷൻ വർദ്ധിച്ചായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളതിനെ ലിസൺ ചെയ്യുന്നില്ല. നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത്. ഈ പെയിൻ ഇനി ഹോൾഡ് ചെയ്യണോ വേണ്ട മുന്നോട്ട് പോകാം എന്നാണെങ്കിൽ നിങ്ങൾ അതിനെ ഓവർസീ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് 3 കാർഡ് വന്നിട്ടുണ്ട്. അബണ്ടൻസ്, ഹാർമണി ആൻഡ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ റീയൂണിയൻ്റെ കാർഡാണ്. അബണ്ടൻസ് ഹാപ്പിനെസ്സിൻ്റെയും നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിൻ്റെയും കാർഡാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്. അതുപോലെ ഹാർമണി എന്ന് പറയുന്നത് ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഈ റിലേഷൻഷിപ്പ് ഉള്ളവരിൽ ഒത്തിരി പേരും മേ ബി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസിയോടുകൂടിയുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കും ഒരു 99% ആളുകൾ ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉള്ള റിലേഷൻഷിപ്പോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. 2 റീയൂണിയൻ്റെ കാർഡുണ്ട്. അതുപോലെ അബണ്ടൻസിൻ്റെ കാർഡും ഉണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു വലിയ കർമ്മയാണ് നിങ്ങൾ അനുഭവിച്ച് തീർക്കുന്നത്. ഈ അനുഭവിച്ച് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു റിവാർഡ്, ഇടുന്ന എഫേർട്ടിനുള്ളൊരു റിവാർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റക്ക്നെസ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ സ്റ്റക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആ ബ്ലോക്കേജ് എല്ലാം മാറി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാനായിട്ടുള്ളൊരു സമയമാണ് മാർച്ച് മാസത്തിൽ കാണുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾ അബണ്ടൻ്റ് ആകാൻ സാധ്യതയുണ്ട്. പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അപ്ഗ്രഡേഷനാണ്. മേ ബി നിങ്ങൾ കാണാനും സംസാരിക്കാനും സാധ്യതയുണ്ട്. ഇനി കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവാൻ സാധ്യതയുണ്ട്. ഇതിൽ കുറച്ചധികം ആളുകൾ സോൾമേറ്റ്സ് ആണെന്ന് കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ സോൾമേറ്റ്സ് ആണ്. ഇതിൽ കുറേ അധികം ആളുകളുടേത് സോൾമേറ്റ് കണക്ഷനായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകളാണെന്ന് കാണുന്നുണ്ട്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധങ്ങളായിരിക്കാം. അവിടെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഹോപ്പ് ഉള്ള, പ്രതീക്ഷയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. 2 കാർഡ് കാണുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ്റെയും ഹാർമണിയുടെയും കാർഡ് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഉണ്ടായിട്ടുള്ള നിങ്ങൾ എനർജി ലോ ആയ സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ, ഫിനാൻസ് എനർജി നിങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മണി എനർജി നിങ്ങളിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ എനർജി ലോ ആയി, നിങ്ങളുടെ ഫിനാൻഷ്യലി ബ്ലോക്കേജ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എന്ത് തന്നെയായാലും എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് നല്ലതല്ലാത്ത എല്ലാം എന്നിൽ നിന്ന് അകന്നു പോകണമെന്നും പ്രാർത്ഥിക്കുക. അപ്പോൾ ഏത് കാരണം കൊണ്ട് നിങ്ങൾ ഈ നടന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും തിരിച്ചു വരുമ്പോൾ ട്രസ്റ്റ് ചെയ്യാം എങ്കിൽ മാത്രം നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇനിയൊരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പ്രത്യേകിച്ചും ഇത് സോൾമേറ്റ് കണക്ഷൻസ് ആയതുകൊണ്ട് ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ആ സമയം നിങ്ങൾ വീണ്ടും അയാളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും വീണ്ടും പെയിൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആവാനും ഹാപ്പി ആവാനും നല്ലത് ഡിറ്റാച്ച് മോഡിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറി പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിമേൽ അത്തരം ലോവർ എനർജിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഒന്നല്ല ഒരു 9 വട്ടങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. എനിക്ക് നല്ലതാണോ, അതിൻ്റെ എൻഡിൽ പോയി നിന്ന് ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ലതാണോ അതോ എനിക്ക് നാശം ഉണ്ടാക്കുമോ എന്നാലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ
അതിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ബെറ്റർമെൻറ്റ് ലൈഫിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പഴയതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ആ പഴയ ലോവർ എനർജിയിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഹയർ വൈബ്രേഷനിൽ ഹയർ എനർജിയിൽ ഇരുന്ന് അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് പറയാം. 3 8 18 10 5 1 8 7 10 14 4 2. ഓക്കെ, ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. സ്പെല്ലിങ്സ് പറയാം. VIGPLSCT, വീണ്ടും ബി വന്നിട്ടുണ്ട്, വീണ്ടും ടിയും എസ് വന്നിട്ടുണ്ട്, വീണ്ടും പി വന്നിട്ടുണ്ട്, HA. ഇത്രയൊക്കെയാണ് ക്ലൂസ് വന്നിട്ടുള്ളത്. സ്പെല്ലിങ്സ് ആയിരിക്കും കേട്ടോ അത് വന്നേക്കുന്നത്. ഇനി വേറെ കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള മറ്റ് ക്ലൂസും നോക്കാം. 1997 എന്ന് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഡേറ്റ് ആണ്. മെയ് മാസം വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു അടുത്ത് വരിക, കാണുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ചിലപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾക്കത് ഫുള്ളി നിങ്ങളുടെ റിയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. 44 years ആണ്. ദെൻ 26th വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് കേട്ടോ. ദെൻ 4th ഡേറ്റ് ആണ്. 18th ഡേറ്റ് ആണ്. 18-ാം തീയതി. 18 മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ ദിവസമോ നിങ്ങൾ ആദ്യം കണ്ട ദിവസമോ ചിലപ്പോൾ നിങ്ങളുടെ റിയൂണിയൻ നടക്കാൻ പോകുന്ന ദിവസമാകാം. 33 years ആണ്. 15th ഡേറ്റ് ആണ്. 1999 വന്നിട്ടുണ്ട്. J എന്ന അക്ഷരം വന്നിട്ടുണ്ട്. 45 years വന്നിട്ടുണ്ട്. M എന്ന അക്ഷരം വന്നിട്ടുണ്ട്. M. കോഴിക്കോട് എന്ന് വന്നിട്ടുണ്ട്. 25th ഡേറ്റ് ആണ് കേട്ടോ. 25th. 24th ഡേറ്റ് ആണ്. ദെൻ 1985 വന്നിട്ടുണ്ട്. 2001 വന്നിട്ടുണ്ട്. ഫെബ്രുവരി വന്നിട്ടുണ്ട്. മേ ബി ഫെബ്രുവരിയിലായിരിക്കാം ബ്രേക്കപ്പ് ആയത്. 47 years വന്നിട്ടുണ്ട്. ദെൻ കൊല്ലം വന്നിട്ടുണ്ട്. ആലപ്പുഴ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലൂസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുക, അല്ലാതെ തന്നെ വിട്ട് കളയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.